ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോണത് വെറുതെ ഒരു വീഡിയോ അല്ല, ഇത് വലിയൊരു വീഡിയോ ആണ്. കാരണം നല്ല ഡ്യൂറേഷൻ ഉണ്ടാവും. അതെ, ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ് ഫസ്റ്റ് ആയിട്ടാണ് 17 Proയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവുണ്ട് അല്ലേ? അതെ അതെ. എന്താ നീ പറഞ്ഞേ? ഇംഗ്ലീഷ് ഒന്നുകൂടി പറഞ്ഞ. അപ്പോൾ നമ്മളിന്ന് നമ്മളെ ഷോപ്പിൽ ഒരു പുതിയ സൂൺ ആപ്ലിക്കേഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് അൺബോക്സ് ചെയ്യും. ഓക്കെ, മൈക്ക് ഷോപ്പിലെ വീഡിയോസൊക്കെ ചെയ്യാനും പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനും എന്തും എങ്ങനെയും ഒക്കെ നമ്മൾ തന്നെ എത്തി ചലക്കണേ. ഇവിടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ വേണ്ട ജി. അപ്പോൾ നമ്മളിന്ന് ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓ മാൻ, കളിയാന ഇങ്ങനെ. യെസ്, ഓക്കെ. ഇപ്പം നമ്മൾ പുതിയ മൈക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി വീഡിയോസ് അടിപൊളിയാവും കേട്ടോ. പച്ച ലൈറ്റ് കത്തിയല്ലോ. അടുത്ത് പച്ച ലൈറ്റ് ഉണ്ടല്ലോ കത്തൽ. യെസ്, പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി മുതൽ നമ്മളെന്ത് ചെയ്യും, മൈക്കയിലായിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വോയിസിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. ഓ നൈസ് 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 നൈസ്. നല്ല ടാനൊക്കെ അടിച്ച് നല്ല സുന്ദരനില്ലേ. ഇപ്പോൾ സ്കിൻ കെയറിങ് ഇല്ല, ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. സ്കിന്നൊക്കെ ഒന്ന് പഴയ പോലെ കുട്ടപ്പനാക്കാണ്ട്. പല്ലൊക്കെ പൊന്തിക്കണ്. ക്ലിപ്പിടണം. ക്ലിപ്പിടാൻ വേണ്ടി വേറെ കോമഡി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ക്ലിപ്പിടാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പല്ല് പറിച്ചാൽ പറഞ്ഞു. ഞാൻ വലിയെന്തോ ഊറ്റത്തിൽ പല്ല് പറിച്ച് എന്നിട്ട് ഇവിടെ കണ്ട രണ്ട് പല്ല് പടി പറിച്ച്. ഇങ്ങനെ പല്ല് കാണിച്ചാൽ നിങ്ങൾക്ക് അറപ്പൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാൻ എന്താ പറയുക, അങ്ങനെ ചെയ്യാണ്, അത്രേ ഒന്നുള്ളൂ. വേറെ ഒന്നും വിചാരിക്കണ്ട. ഏകദേശം 2-3 മാസമായി ഇതുവരെ ക്ലിപ്പ് ഇട്ടിട്ടില്ല. പിന്നെ ആ ബൈക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, ആ ബൈക്കൊന്ന് പോകണം, ക്ലിപ്പിടണം. നിങ്ങൾ പല്ലിന് നിര തെറ്റും. പല്ലിൻ്റെ ഇപ്പം തന്നെ തെറ്റുണ്ട്. അങ്ങനെയല്ല, സൈഡിൽ നിന്നൊക്കെ മനസ്സിലാവും. കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ക്ലിപ്പൊക്കെ ഇട്ടാൽ പല്ലൊക്കെ വരച്ചാൽ വേഗം ക്ലിപ്പിടാം, അല്ലെങ്കിൽ നേരെ തെറ്റും. ഓക്കെ, ഒരു ഫോൺ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഫോൺ പോകും എന്നുള്ള ചാൻസോട് കൂടി യെസ് സക്സസ്ഫുള്ളി ഫൈനലി യാ. എന്നൊരു വ്യക്തി ഇത് ഭയങ്കര ഇതാവൂട്ടാ. പറഞ്ഞോ ഒന്നുമില്ല, പറഞ്ഞോ. ഒന്നും പറയാൻ നല്ല രസം കിട്ടോ മോനെ. സ്റ്റോറി കാണിച്ചാളാ, അങ്ങോട്ട് വാ, ഒന്നും കൂടി കാണിച്ചാളാ. അത് തന്നെ വെച്ചോ. ചായ. നമ്മൾ പോകുന്നത് ദുബായിലോട്ട്. അതെ, എവിടെയാ? ദുബായ്. ദുബായ്. ഇത് താങ്കൾ പോയപ്പോ ഷൂട്ട് ചെയ്തതാണോ? അതല്ല, അതിന് മുന്നോർത്ത് വെച്ചതായിരുന്നു. ദുബായ് പോയപ്പോ ഷൂട്ട് ചെയ്തത്? അതെ അതെ അതെ, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ടി വി ഇട്ടതാ. അത് ശരി, നിങ്ങൾ ഷൂട്ട് ചെയ്താ? യെസ് മാൻ. ഇതെവിടെ ദുബായിൽ ഈ സ്ഥലം? ദുബായിലെ റിവീൽ ചെയ്യാൻ കഴിയില്ല, സോറി ബ്രോ. സൂമാക്കി. എന്താ അവസ്ഥ? സെറ്റാ? ക്ലാരിറ്റി ഉണ്ടോ? ഹലോ ഹലോ ഹലോ, സെറ്റാ? എന്തല്ലേ ഒക്കെയാണ് കാര്യങ്ങൾ. ഇത് നമ്മളെ സെക്യൂരിറ്റി മാമൻ. ചായ വേണോ? ചായ വേണോ?
ചായ വേണോ? കുടിച്ചാ? ചായ കുടിച്ചിക്കണല്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ചായ കുടിച്ചാലോ? കുടിച്ചാ? എന്തൊക്കെ വിശേഷം? ഇത് വീഡിയോ ഒക്കെ ചെയ്യും? ആ, കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്? അതെ. എന്താ നിങ്ങൾക്ക് ഈ സമൂഹത്തിനോട് പറയാനൊരു മെസ്സേജ് നിങ്ങളുടെ പ്രായത്തിൽ? ഇപ്പോഴത്തെ യൂത്തിനോട് നിങ്ങൾക്ക് എന്ത് പറയും നിങ്ങൾ? അതെ, നിങ്ങൾ എത്രയും പ്രായത്തില്ല. ചെറുപ്പക്കാരെ ലോകല്ലേ, എന്തുണ്ടാവും? വ്യത്യാസങ്ങളുണ്ടാവും. ഉണ്ടല്ലോ. നമ്മള് ചെറുതായി വലുതായ മാതിരില്ല ഇപ്പത്തെ യോഗം. അപ്പോൾ ചെറുപ്പക്കാരൊരു യോഗമാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 60 60 വയസ്സായാ? ഇതായിട്ടുള്ളൂ. കണ്ടാ തോന്നിക്കില്ലല്ലേ 60 ഇല്ല, എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് എത്രയാണെന്നറിയോ? ഒരു 53, 54 ആ റേഞ്ച്. അതെ 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 അതെ. പറഞ്ഞപ്പോഴേ 60. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആയ കാലത്ത് നല്ല അധ്വാനിച്ചിക്കണ്. ഞാൻ അതാ തടിമ കാണാണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ലല്ലോ, ഒന്നും കൂടി ഇതാവൂലേ? ആയ കാലത്ത് എന്ന് പറഞ്ഞാല് നമ്മള് 7 വരെ പഠിച്ച് അങ്ങനെ 5 വരെ പോയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഞങ്ങള് സ്വർണ്ണപ്പണി പഠിക്കാൻ നിന്നു. അതിൽ പിന്നെ കുറച്ച് പണി പഠിച്ചിട്ട് പിന്നെ അങ്ങനെ കടയിൽ ഒറ്റയ്ക്ക് ഇരുന്ന്. സ്വർണ്ണപ്പണിയാ? എനിക്ക് സ്വർണ്ണപ്പണിയായിരുന്നു. എനിക്ക് സ്വന്തം കട ഉണ്ടായിരുന്നു ചുരേരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു 23 ഒരു 10-30 കൊല്ലം സ്വന്തം കട നടത്തിയിരുന്നു. നാട്ടിൽ നല്ല വർക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടപോലെ കടകളൊക്കെ വന്ന് ആലത്തൂർ അങ്ങനെ കടകൾ വന്ന് പിന്നെ അങ്ങനെ പറ്റ മോശമായി. അങ്ങനെ പിന്നെ കുറുപ്പന്മാരെ പണിക്ക് കുറച്ച് പോയി. കടയിൽ പോകും, തുറന്നിട്ടും 7 മണിക്ക് ഇറങ്ങിയ 3 മണിക്കൊക്കെ പോരല്ലോ. അപ്പോൾ പോയിട്ട് കുറച്ചൊക്കെ അങ്ങനെ പോകും. കട തുറന്നിട്ട് അങ്ങനെ പോയിട്ട് 3 മണിയാകുമ്പോൾ വരും. എന്നിട്ട് കട തുറന്നിട്ട് കുറച്ചേരൊക്കെ ഇരിക്കും. ഒരു രാത്രി 7 മണി വരെയൊക്കെ അങ്ങനെ കുറേയൊക്കെ പോയി. പിന്നെ കല്ല് പൊന്തിക്കാൻ വയ്യ, ക്ഷീണതനായി, ഊരവേദനയൊക്കെ ആയി. അങ്ങനെ ഈ ഫീൽഡിൽ കണ്ട് കയറിയത്. നമ്മളെ ഏരിയ നോക്കണ മെയിനാണ്. അതെ, നമ്മളെ മെയിനാണ്. ഇങ്ങനെ കുടുംബത്തിലായി നോക്കി അങ്ങനെ 6 പെങ്ങന്മാരായിരുന്നു. അതിൽ 4 ആളെ നമ്മള്. നിങ്ങൾ ഇത്രയും വളർന്നു വന്നിട്ട് ഇപ്പോഴത്തെ ഒരു തലമുറയോട് നിങ്ങൾക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ? നിങ്ങൾ ഞങ്ങളോടൊക്കെ പറയണല്ലോ, അതേപോലെ പറഞ്ഞോളി അല്ലേ? തലമുറകളോട് എന്താ പറയാ? നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു വന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ കാര്യം? നിങ്ങൾ ഇന്നെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞു ഉപദേശിക്കൂ? ഉപദേശിക്കാൻ പറ്റൂല. ഇന്നെ ഉപദേശിക്കാൻ പറ്റൂല. ഇപ്പത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞാൽ അത് സ്വീകരിക്കൂല. ഞാൻ സ്വീകരിക്കും. നിങ്ങൾ പറഞ്ഞോളി. നമ്മളെ പഴയ മരങ്ങളൊക്കെ ആണെങ്കിൽ നടക്കും. പഴയ മരത്താണെങ്കിൽ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണത് അങ്ങനെ ചെയ്താൽ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ സ്വീകരിക്കും. ഇപ്പൊ അത് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളാരെ പറയാന്, നിങ്ങളാരെ ചോദിക്കാന്, അങ്ങനെ ആയി തുടങ്ങി ഇപ്പത്തെ സമൂഹം. അങ്ങനെ ഇപ്പത്തെ സമൂഹം അതായത് മൂത്തവരെ ബഹുമാനിക്കാത്ത, തീരെ ബഹുമാനമില്ല, ആ രീതിക്കായി മാറി. തീരെ ബഹുമാനമില്ല, അങ്ങനെ ആവാൻ പാടില്ല. തീരെ ബഹുമാനമില്ലാത്ത എല്ലാരും മൂത്തവരെ ബഹുമാനിക്കാം. മണ്ടത്തരം പറയുമ്പോ പറയണം കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു. നമ്മളിപ്പോ ഒരു കടയൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രായമുള്ള ആളുണ്ടെങ്കിൽ നമ്മൾ മാറിക്കും. നടക്കണമെങ്കിൽ ഒരാളെ കാണുമ്പോൾ സിഗരറ്റ് ഒക്കെ വലിക്കുമ്പോൾ എടുത്ത് ഒഴിവാക്കും. ഒത്തി പിടിച്ചിട്ട് അല്ലെങ്കിൽ വല്ലാണ്ട് ഒഴിഞ്ഞു പോകും. ഇപ്പൊ പബ്ലിക് ആയിട്ടാണ് പിന്നെ കാലുമ്പോൾ കാലേറ്റിരിക്കും. നമ്മളൊരു ചായക്കടയൊക്കെ ചെല്ലുമ്പോൾ ഒരു വയസ്സിന് മൊത്തം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ മാറി കൊണ്ട് ഒഴിഞ്ഞു പോകും. അതൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ് കാലഘട്ടം, അങ്ങനത്തെ ഒരു യുഗമാണ് ഇപ്പൊ. അപ്പൊ നമ്മൾ അതിനോട് സഹകരിച്ചു പോവുക, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോവുക, അത്ര പറയാനുള്ളൂ. അപ്പൊ അതാണ് ഇന്നത്തെ പറയാനുള്ളത് നമുക്ക്. യുഗം അതെ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ മൈക്കൊക്കെ പുതിയ മൈക്ക് വാങ്ങിയത് ഞങ്ങള്. എങ്ങനെയുണ്ട്? ട്രയലൊക്കെ നോക്കി വ്ളോഗൊക്കെ ചെയ്യാന്, വീഡിയോസ് ഒക്കെ ചെയ്യാന് ഷോപ്പത്തെ. കുട്ടികളോട് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്താ കട്ടിയങ്ങളോട് പറയാണ് കേട്ടാ. അപ്പൊ ഒന്നും പറയാൻ പറ്റൂല. അയ്യെന്നല്ല, ഇപ്പത്തെ യുഗം അങ്ങനെയാണ്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ നമ്മള് പറയാണ്, ഇന്ന ഉദാഹരണം വെച്ച് പറയണം. അങ്ങനെ
ഉദാഹരണം വെച്ച് പറയാം. ഓക്കെ. ഒരു യുഗം അങ്ങനെയാണ്, അതുകൊണ്ട് പറയാണ്. പക്ഷെ അതല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാല് നിങ്ങളാരാ ചോദിക്കാന്, നിങ്ങളാരാ പറയാന്, അതെ. അങ്ങനെയൊക്കെ പറയും. പക്ഷെ മണ്ടത്തരം അതെ സ്വന്തം മക്കളോട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. പറ്റൂല. പക്ഷെ ചില മക്കള് ചിലവർക്ക് എല്ലാ പാരന്റ്സും ഒരേപോലെ ആവൂല. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പാരന്റ്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ മക്കളെയും കുറ്റം പറയാൻ പറ്റൂല. എല്ലാ മക്കളെയും കുറ്റം പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാ പാരന്റ്സിനും കുറ്റം പറയാൻ പറ്റില്ല. രണ്ടും ഭാഗത്ത് തെറ്റുണ്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അതെ അതെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അല്ലേ ഇജ്ജ് പറയേ എന്താണ് ഇവരെ കൂട്ടെ നീലക്കുയിലാണ് നീലക്കുയിലാണ് ഗൈസ്.